ജോസഫ് ആന്റണി, ഇതിപ്പോൾ ഇന്ന് പാർലമെന്റിൽ വലിയ രീതിയിലാണ് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചത്. അവർ പല കാര്യങ്ങളും ചോദിച്ചു. 104 ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നത് അത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ എങ്ങനെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് 2009 മുതലുള്ള പ്രൊസീജിയറാണ്, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് വിദേശകാര്യമന്ത്രി പറയുകയാണ്. എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് വിലങ്ങണിയിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിലാണ് ആശങ്കയുണ്ടാകുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. ഒന്ന്, ഒരു ഭരണാധികാരിയുടെ, അതായത് അമേരിക്ക പോലെയുള്ള രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ഒരു അഹങ്കാരം എന്നൊക്കെ തന്നെ സൂചിപ്പിക്കാവുന്ന ഒരു സ്വഭാവ സവിശേഷത. രണ്ട്, ആ അഹങ്കാരത്തിൽ നിന്ന് പുറപ്പെടുന്ന സാംസ്കാരിക ശൂന്യത. അമേരിക്ക പോലെയുള്ള രാജ്യത്ത് നിന്ന് ഇത്തരം നടപടി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അത് ഞാൻ വിശദീകരിക്കുന്നതാണെന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ, ഇത്തരം വേദനാജനകമായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആർക്കാണോ ആ നടപടി ഉണ്ടാകുന്നത്, ഏത് രാജ്യത്തിലെ പൗരന്മാർക്കാണോ നടപടി ഉണ്ടാകുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമീപനം. ഇത് രണ്ടുമാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ശ്രീ ജയശങ്കർ, വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ കാര്യമല്ല. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ചർച്ചാ വിഷയമായത്, ഒരു കോൺട്രവേഴ്സിയായി മാറിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അപ്പം നമ്മളാരും നിർബന്ധം പിടിക്കുന്നില്ല ഒരു രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന ആളുകളെ അവിടെ കുടിയിരുത്തണം, അവിടെ താമസിപ്പിക്കണമെന്ന് നമ്മളാരും പറയുന്നില്ല. അങ്ങനെ ആരും പറയാനും പറ്റില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ വർഷം ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ 1010 പേര് ഇവിടെ വന്നല്ലോ. അത് ഇവിടെ വന്നു, അവർ പിന്നെ ഇറങ്ങിപ്പോയി. ആരും ഇവിടെ ഒരു ചർച്ചാ വിഷയമായില്ല. എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയം? എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് നാട് കടത്തപ്പെടുന്നുണ്ട്, അതായത് അനധികൃതമായി തിരിച്ചയക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിലും വന്നു. ഏറ്റവും ഒടുവിൽ 1010 പേരാണ് വന്നത്. 1010 പേര് വന്നിട്ട് ഇവിടെ വല്ല തർക്കം ഉണ്ടായി. ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഒരു അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം വിചാരിക്കുന്നത് ഞാനൊരു ചക്രവർത്തിയാണ്, ആഗോള ചക്രവർത്തിയായി മാറിയിരിക്കുന്നു, എനിക്ക് ആർക്കെതിരെ എന്തിനു വേണ്ടിയിട്ടും ഒരു പ്രഖ്യാപനം നടത്താം, എനിക്ക് ഗാസ വേണമെങ്കിൽ ഞാൻ പിടിച്ചെടുക്കാം, പാനമ വേണമെങ്കിൽ പിടിച്ചെടുക്കാം, പിന്നെ എന്താണ് പറയുന്നത്, ഗ്രീൻലാൻഡ് വേണമെങ്കിൽ പിടിച്ചെടുക്കാം, അടുത്ത് കിടക്കുന്ന കാനഡ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ അതിനെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാം. ഈ മാതിരിയുള്ള ഈ ഒരു രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട യാതൊരുവിധ മര്യാദകളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നമ്മുടെ 104ഓളം വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഒരു സൈനിക വിമാനം നമുക്കറിയാം, 2-3 മണിക്കൂർ നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്താൽ പോലും നമുക്കൊന്ന് എഴുന്നേക്കാനോ കാല് നീട്ടാനോ കൈ നീട്ടാനോ അനങ്ങാനോ ഒക്കെ ഒരു തോന്നലുണ്ടാവും ശരീരമായതുകൊണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ടപ്പോൾ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച്, അത് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, കയ്യിലും കാലിലും വിലങ്ങ് വെച്ചുകൊണ്ട് ബെഞ്ച് പോലുള്ളൊരു കസേരയിൽ അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ 40ഓളം മണിക്കൂർ നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു യാത്രക്കാർ ഞങ്ങൾക്ക് നരകതുല്യമായ ജീവിതത്തിലാണ് വന്നത്. ഞങ്ങൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാൻ അനുവദിക്കുന്നില്ല, വളരെയധികം തവണ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കുന്നത്. ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് പോലും വെലം കഴിച്ചില്ല, വെലങ്ങോട് കൂടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഇത്രയും നീചമായും നിഷ്ഠൂരമായുമുള്ള ഒരു രീതിയിൽ ഒരു ഏറ്റവും വലിയ, അതായത് അമേരിക്ക എന്നൊക്കെ പറയുന്നത് സംസ്കാരം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന രാജ്യമാണ്, സ്വപ്ന ഒരു ഡ്രീം നേഷനാണെന്നൊക്കെ പറയുന്ന രാജ്യം. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി ഇത്രമാത്രം നീചമായി ചെയ്യാൻ, അവർ കൊടും കുറ്റവാളികളൊന്നുമല്ല, അവർ കള്ളക്കടത്തുകാരല്ല, അവർ എന്താണ് ഒരു ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരല്ല, ഭീകരന്മാരുമല്ല. അപ്പോൾ നിയമവിരുദ്ധമായി, എന്നാൽ ചിലരൊക്കെ ആദ്യമേ പോയി പെർമിറ്റോട് കൂടിയൊക്കെ പോയിട്ട് അതൊക്കെ കഴിഞ്ഞില്ല നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ ആ ആൾക്കാരെ ഇങ്ങോട്ട് വിടുമ്പോൾ ആ വിടുന്ന നടപടി ഇത്രയും സംസ്കാരശൂന്യമായി പോയത് ഈ ഭരണാധികാരിക്ക്, ഇത്രയും അഹന്തയുള്ള ഭരണാധികാരിയുമായതുകൊണ്ടും അദ്ദേഹം കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അങ്ങനെ അറിയാതെ ഒരിക്കലും സംഭവിക്കുകയില്ല. മാത്രമല്ല എസ് ജയശങ്കർ പറയുകയും ചെയ്തിരുന്നു അതിന്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം, അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളത്. അതിൽ ഈ തിരിച്ചയക്കുന്ന ആളുകളുടെ സ്വഭാവം, അതായത് എന്തുകൊണ്ട് അവർ തിരിച്ചയക്കപ്പെടുന്നു, ഏത് രീതിയിൽ അവർ അമേരിക്കയിൽ ചെന്നെത്തിയവരാണ്, ഒരു കാരണവശാലും അവരെ അവിടെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചയക്കുന്ന ആളുകൾ 104 പേരാണല്ലോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ സംഖ്യയൊന്നുമല്ല, 12,000ഓളം ആളുകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 104 പേർ. ഇത് കൃത്യമായി ആശയവിനിമയം നടന്നിട്ടുമുണ്ട്. പിന്നെ സൈനിക വിമാനത്തിലാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യവും ഇന്ത്യക്ക് അറിയാമായിരുന്നു. ഈ വിലങ്ങണിയിച്ചാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യം
കാര്യവും അറിയാമായിരുന്നു. അതിൽ മന്ത്രി പറയുന്നത്, വിദേശമന്ത്രി പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങ് അണിയിക്കരുത് എന്നുള്ളതായിരുന്നു. പിന്നെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കുന്ന സമയത്ത് അവരെ വിലങ്ങ് അഴിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ SOP അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടന്നു എന്നാണ്. അത് 2009 മുതലുള്ളത് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ICE മാനദണ്ഡ പ്രകാരമുള്ളതാണ്. അതിൽ ഒരു മാറ്റവും വരുത്തുവാൻ നമ്മുടെ രാജ്യത്തിന് അധികാരമില്ല. അമേരിക്ക അവരുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് സുരക്ഷിതരായി അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞല്ലോ എന്ന്. അല്ല, ഇവിടെയാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തർക്കവിഷയമായത് ഈ തരത്തിൽ സൈനിക വിമാനത്തിൽ 40 മണിക്കൂറോളം നേരം കൈയും കാലും ബന്ധിക്കപ്പെട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, ഈ ചൈനക്കാരും പാകിസ്ഥാൻകാരും ഒന്നുമല്ലല്ലോ വന്നത്, ഇന്ത്യക്കാരാണ്. ഗുജറാത്തിലും പിന്നെ ഹരിയാനയിലും ഒക്കെ ഉള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഭീകരന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരല്ലാതിരിക്കവേ നിയമവിരുദ്ധമായ ഒരു രാജ്യത്ത് താമസിച്ചു എന്നൊരു കുറ്റമല്ലാതെ അവരെ നാട് കടത്തുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ ബോർഡറിലെത്തുമ്പോഴും അവർ കയ്യിലും കാലിലും വിലങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്രശ്നം. നമ്മൾ ഇതിനെതിരായി നമുക്ക് സൗഹൃദമാവാം, ഒരു രാഷ്ട്രവുമായി സൗഹൃദമാകാം. കൊളംബിയ ഇത്തരം സൈനിക വിമാനത്തിൽ അവരുടെ ആളുകളെ അവിടെ കൊണ്ട് ചെന്നെത്തിച്ചപ്പോൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല, മെക്സിക്കോ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാജ്യം ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്, ആ പൗരന്മാരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളൊരു വലിയ രാജ്യമാണെന്ന്, ലോകത്ത് വലിയ ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ അനുഭവിക്കേണ്ടത് ജനങ്ങളല്ലേ. ആ ജനങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ അത് ഉണ്ടാവണ്ടേ. അപ്പോൾ അതായത് ഇത്തരമൊരു നടപടി ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ നമ്മുടെ സൗഹൃദ രാജ്യമാണെങ്കിൽ പോലും അതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു.